ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ റെസിപ്പി കണ്ടാലോ? അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഒരു പാൻ എടുത്ത് വെക്കുക, അതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം അതിലോട്ട് 3 വലിയുള്ളി അരിഞ്ഞതാണ് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴങ്ങണ്ട, ഒരു മുക്കാൽ ഭാഗത്തോളം വഴങ്ങി കിട്ടിയാൽ മതി. അതിനുശേഷം അതിലോട്ട് തക്കാളിയും മല്ലിത്തളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം അതൊന്ന് വഴങ്ങി വന്നാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതേപോലെ തന്നെ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്, കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചതാണ്. അതുകൂടി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്ത് പറഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇതുപോലെ നമ്മളൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഈ സൈഡ് നമ്മൾ പൊടിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കളയണ്ട, മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. നല്ലപോലെ ആവി കയറ്റിയെടുക്കുകയെന്ന് പറഞ്ഞാൽ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആവും കേട്ടോ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ബ്രെഡ് ഒരുപാട് ഹാർഡായിട്ടുള്ള ബ്രെഡ് എടുക്കാതിരിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ മടക്കണ സമയത്ത് പൊട്ടിപ്പോരും കേട്ടോ. ഇങ്ങനെ ബ്രെഡ് ആവി കയറ്റി എടുക്കുന്ന സമയത്തും ചിലവരുടെ ബ്രെഡ് ശരിയില്ലെങ്കിൽ പൊട്ടിപ്പോകും. അങ്ങനെയുള്ളവർ ജസ്റ്റ് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പരത്തിയിട്ട് ഇതുപോലെ മടക്കി പറഞ്ഞാൽ അധികം പൊട്ടലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 2 സൈഡ് ഒട്ടിച്ചിരിക്കും. ഞാൻ മൈദൻ്റെ പേസ്റ്റ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അതിന് ശേഷം മൈദ ഒരു 1/4 കപ്പ് എടുത്തിട്ട് അതിലോട്ട് വെള്ളം ചേർത്തിട്ട് അല്പം ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം ബാറ്റർ റെഡിയാക്കി അതിലോട്ട് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് ഇനി ഫ്രൈ ചെയ്തെടുത്ത് പറഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഇഫ്താർ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എടുത്തതിന് ശേഷമാണ് കേട്ടോ എൻ്റെ നോമ്പ് തുറക്കാനുള്ള ബാക്കി ഐറ്റം ഉണ്ടാക്കണം. അപ്പോൾ പഴംപൊരി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിൽ കൂടിയാണ്. സമയമായതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് എനിക്ക് ഫ്രൈ ചെയ്യുന്നൊന്നും കാണിക്കാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.